ഹലോ, ഇപ്പോൾ മൂന്നാർ വന്നതിൻ്റെ രണ്ടാമത്തെ ഡേ ആണ്. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾ എവിടെയോ ആണ്. അപ്പോൾ ഇതേ മൗണ്ടീന എന്ന് പറഞ്ഞ ഒരു വില്ലയിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. ഒരു ഹോം സ്റ്റേ ആണ്. അതിൻ്റെ അപ്പുറത്ത് നെസ്റ്റ് മൗണ്ടെയിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ താഴ്ച പോലത്തെ ഉണ്ട്. പിള്ളേർ നല്ല കളിയാണ്. പിന്നെ ആൾ വന്നപ്പോൾ നമുക്ക് ആളുടെ ഒരു ജീപ്പ് ചുമ്മാ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ട് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഇതോ കാണണം കേട്ടോ വ്യൂ എന്ന് പറയണത്. ആ ഒരു റിസോർട്ടിൻ്റെ വരെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ തേയിലയുമാണ്. നമ്മൾ ആ ജീപ്പ് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ നേരെ വട്ടവടക്കാണ് പോണത്. പോണ വഴി തന്നെ കേട്ടോ മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിൻ്റൊക്കെ. അപ്പോൾ അവിടെയൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ വട്ടവടയ്ക്ക് പോണത്. ശരിക്കും പറഞ്ഞാൽ വണ്ടിയിലിരുന്ന് തന്നെ ഒരു യാത്രയായിരുന്നു. നമ്മൾ ബോട്ടിങ്ങിൽ കയറാമെന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോൾ പിന്നെ ഒരു റേറ്റും കാര്യങ്ങളും അറിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നല്ല അന്തസ്സായിട്ട് ചോളം കഴിക്കുന്ന ഒരു കുരങ്ങാണ് കേട്ടോ. അങ്ങനെ എക്കോ പോയിന്റ് എത്തി. അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ബോട്ടിങ്ങിൻ്റെ ഒരു ഇത്. പക്ഷെ നമുക്ക് ഒരു കുട്ടികളുള്ളതുകൊണ്ട് 2 ഫാമിലിയായിട്ട് സെപ്പറേറ്റ് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അതും വേണ്ടാന്ന് വെച്ചു. പാറിനാണെങ്കിൽ വെള്ളത്തിലോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നല്ല വാശിയുമായിരുന്നു. എങ്ങനെ ഇടത്ത് കയറിയിട്ടുള്ള വെള്ളത്തിലോട്ട് വേണമെങ്കിൽ ചാടാൻ നോക്കും. അങ്ങനെ വീണ്ടും നല്ല പച്ച പരവതാനി വിരിച്ച തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോയി നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ ഒരു ലോകം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് പക്ഷേ അവിടെ കാറ് നിർത്തി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും പാടില്ല. പോണ വഴിയുള്ള കാഴ്ചകൾ ഇങ്ങനെ വണ്ടിയിലിരുന്ന് കാണാമെന്നുള്ളൂ. അങ്ങനെ നമ്മുടെ വട്ടവടയുടെ വ്യൂ പോയിന്റിൽ എത്തിയായിരുന്നു കേട്ടോ. അതായത് ടൗണിൽ. അവിടെ നമ്മൾ കുറച്ച് സ്ട്രോബെറിയുടെ സീസൺ ഒന്നും അതിരുന്നുകൊണ്ട് കുറച്ച് സ്ട്രോബെറി കിട്ടിയുള്ളൂ. 150 രൂപ ഈ ഒരു പാക്കിന്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. എന്നാലും വലിയ ആ ഒരു മോയിച്ച് പോയതിൻ്റെ ആ ഒരു ഇതൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെ ഹണിയുടെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാലത്ത് സ്റ്റേ ചെയ്ത വീട്ടിൽ ഹോം സ്റ്റേ തന്നെയാണ് നമ്മൾ വന്നത്. അതിൻ്റെ താഴത്തെ നിലയിലാണ്ടോ നമുക്ക് ഹോം സ്റ്റേ കിട്ടിയത്. കാരണം നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് വേറെ എങ്ങും കിട്ടിയില്ല. അപ്പോൾ ആൾ വിളിച്ചപ്പോൾ ആൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തോടെ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ട്. എല്ലാം കാണും.